പല സംഭവങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു കുട്ടികളുടെ ബർത്ത്ഡേ അവരെ ചേട്ടാ അത് പറയും ഇത് പറയും മറ്റേ ഉദ്ഘാടനങ്ങൾ അത് അതിലേക്ക് നിങ്ങളുടെ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അക്കൗണ്ട് തുടങ്ങി അതിന് ഇപ്പോൾ ടാക്സ് അടക്കുന്ന ഒരു എമൗണ്ട് എല്ലാത്തിനും ടാക്സ് അടയ്ക്കുന്നു. എല്ലാത്തിനും എമൗണ്ട് ടാക്സ് അടയ്ക്കുന്നു. അപ്പോൾ ഒരു വർഷം 1 കോടി രൂപ എടുത്തിട്ടുണ്ടാവില്ലേ? അതല്ലേ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. ഞാൻ എൻ്റെ ചേട്ടർ അക്കൗണ്ട് വഴി ഞാൻ അടയ്ക്കുന്നു. നാളെ കാശാകുമ്പോൾ ഒരു തിയേറ്റർ പോലെ പണിയോ? നോക്കട്ടെ ഞാനൊരു കാര്യം ഇപ്പോൾ ബാങ്ക് എനിക്ക് സ്റ്റുഡിയോ തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. ഒരു സ്റ്റുഡിയോ തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. എൻ്റെ വീട്ടിൻ്റെ മുകളിൽ തന്നെ ഒരു സ്റ്റുഡിയോ തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. അതിൻ്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. സംബന്ധിച്ചോട്ടെ ബാങ്ക് ബാലൻസിൻ്റെ ആളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ കുറച്ച് പൈസ കഴിക്കാനുള്ള ഞാനൊരു കാര്യം ചോദിക്കണം, നിങ്ങൾ ഷോർട്ട് ഫിലിമോ സിനിമ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും? പ്രൊഡക്ഷൻ ഭയങ്കര റിസ്ക്കാണ്. കാരണം മലയാളം സിനിമയെല്ലാം പടം പ്രൊഡ്യൂസ് ചെയ്താൽ വളരെ ചെറിയ എമൗണ്ടാണ് ആൾക്ക് കിട്ടുന്നത്. പുലിമുരുകൻ പോലെ 150 കോടി ഉണ്ടാക്കിയിട്ട് പ്രൊഡ്യൂസർ കിട്ടിയ കാശ് വളരെ കുറവാണ്. അത് ലാഭകരമായ ബിസിനസ് അല്ല. സിനിമയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് അത്ര ബുദ്ധിപരമായ ഇതല്ല. അതുകൊണ്ടാണ് മമ്മൂട്ടിയിലെ പണ്ട് മാറിയിരുന്നത്. ലാലേട്ടുള്ള ഒരുപാട് കാശ് പോയിട്ടുണ്ട്. അവരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ല സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഫിനാൻഷ്യലായിട്ട് വലിയ കിട്ടില്ല. കാരണം നല്ലൊരു എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കണം, തിയേറ്റർ ഓണേഴ്സിന് കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞ് കിട്ടുന്ന കാശ് വളരെ കുറവാണ്. ചെറിയ മൂവീസിലെ പ്രൊഡ്യൂസ് ചെയ്യും. കാരണം വലിയ മൂവി പ്രൊഡ്യൂസ് ചെയ്യുന്ന അവസാനം ഒരുപാട് കുത്താളെടുത്തുണ്ട്. ഞാൻ നോക്കട്ടെ എനിക്ക് കാശിന് വലിച്ച് കളയാൻ താല്പര്യമില്ല. പിന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഭയങ്കര റിസ്ക്കാണ്. കാരണം ഈ സിനിമയിൽ കിട്ടുന്ന കാശ് പ്രൊഡ്യൂസറിൽ കിട്ടുന്ന കാശ് വളരെ കുറവാണ്. അത് വാങ്ങി പുതിയ പടം വരുന്നുണ്ട്. ഇന്നലെ അവര് സംസാരിച്ചിട്ടുണ്ടായി. ഇനി അയാളെ കാണാൻ പോവാം. ഒരു വലിയ ബാനറിൽ ഫിലിമാണ്. ഇതൊരു അക്കൗണ്ട് മാത്രമാണ്. ഓക്കെ അങ്ങനൊന്നുമില്ല.